ഹായ് ഗായ്സ്, മോനിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഗായ്സ്, ഞാൻ ഇന്ന് വലിയ രീതിയിൽ പറ്റിക്കപ്പെട്ടു. സോ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാനോ പറ്റിക്കപ്പെട്ടു, ഇനി നിങ്ങൾ ആരും പറ്റിക്കപ്പെടരുത്. ഇന്ന് ഞാൻ ഇന്നല്ല 2 days ബാക്ക് നമ്മൾ ന്യൂണിൽ ഒരു ഓഫർ കണ്ടു. അതായത് 15,000 ക്യാമറ നമുക്കൊരു 5,000 കിട്ടുന്നു, 25ൻ്റെ നമുക്ക് 10,000 കിട്ടുന്നു. അങ്ങനെ 50 to 80% വരെ ഡിസ്കൗണ്ട്. നമ്മൾ മലയാളികളാണല്ലോ, ഡിസ്കൗണ്ട് കണ്ട് അപ്പം തന്നെ വാങ്ങുമല്ലോ. പെട്ടെന്ന് എനിക്ക് എല്ലായിടത്തുനിന്നും കോൾ വരാൻ തുടങ്ങി. മുനിഷ എത്രയേ ഉള്ളൂ, റേറ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി FX3 വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും റേറ്റ് FX3 എനിക്ക് തോന്നുന്നത് നമുക്ക് 12,000 കിട്ടി. അപ്പോൾ ഇത്രയും റേറ്റ് കമ്മിയിൽ കിട്ടിയപ്പോൾ നമ്മൾ എല്ലാ പൈസയും എടുത്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതായത് നമുക്ക് പെട്ടെന്ന് പിന്നെ ഇത് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു 1 day കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഇത് തീർന്നു പോകുമെന്നുള്ള ഒരു പേടി. അത് നമ്മൾ 2 ക്യാമറ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തതിന് ശേഷം ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്യാമറ വന്നത്, A7S3. അത് വന്നതിന് ശേഷം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല ഓഫീസിൽ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് അത് കളക്ട് ചെയ്തത്. അവൻ കളക്ട് ചെയ്തിട്ട് പറഞ്ഞത് ക്യാമറയാണോ, അവർ ബോക്സ് ഇല്ലാതെയാണ് തന്നത്, തീരെ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഡൗട്ട്, ബോക്സ് ഇല്ലാതെ നമ്മളെ പറ്റിച്ചതാണോ, ഇനി സെക്കൻഡ് ആണോ എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തി. അപ്പോൾ നമുക്കൊരു സംശയം ഓൾറെഡി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ വീഡിയോ എടുത്തു. നമുക്ക് നാളെ അവർക്ക് കാണിച്ചു കൊടുക്കാനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീഡിയോ എടുക്കണമല്ലോ. സോ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓഫീസിൽ വന്ന് നമ്മൾ ക്യാമറ നോക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ അപ്പം മുതൽ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊരു സംശയം, തീരെ വെയിറ്റ് ഇല്ല. ക്യാമറയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബേസിക് വെയിറ്റ് പോലും ഇല്ല. ബോക്സ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ആണെന്ന് നമുക്കൊരു സംശയം. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ വീഡിയോ എടുത്തു. ന്യൂണിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് നമ്മൾ സാധനം നോക്കിയപ്പോൾ ക്യാമറയുടെ ഒരു എന്താ പറയുക, ബാറ്ററി ആയിരുന്നെങ്കിൽ പോലും നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ക്യാമറ റിലേറ്റഡ് ആണല്ലോ. ഞങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് അറിയണ്ടേ? ഗസ്സിൻ്റെ ഒരു ബാഗ്. ഗസ്സിൻ്റെ ഒരു ഒറിജിനൽ ബാഗ് കിട്ടിയാലും ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. കിട്ടിയത് ഗസ്സിൻ്റെ നല്ല കിഡിലൻ അല്ലെങ്കിൽ അസല കോപ്പി ബാഗ്. അപ്പോൾ തന്നെ നമ്മുടെ മൂഡ് പോയി. അപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടു, ന്യൂണിനെ ടാഗ് ചെയ്തു. ന്യൂൺ അപ്പം തന്നെ എനിക്ക് തോന്നുന്നു 10 minutes ഉള്ളിൽ ന്യൂൺ പറഞ്ഞു, സോറി നമുക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ന്യൂൺ മെസ്സേജ് ഇട്ടു. അപ്പോൾ തന്നെ നമ്മൾ മെയിൽ ചെയ്തു. നമ്മൾ റെഡിറ്റിൽ കുറച്ച് ഇത് ഇട്ടു. അതായത് റെഡിറ്റിൽ ഓൾറെഡി കുറേ പേര് ഇട്ടിട്ടുണ്ട്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതിനി പറ്റിക്കപ്പെടുമോ അങ്ങനെ പറഞ്ഞ് കുറേ പേര് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി പറ്റിക്കപ്പെട്ടു, മറ്റുള്ളവർ അങ്ങനെ പറ്റിക്കപ്പെടരുത് നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ റെഡിറ്റിലൊക്കെ പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഓൾറെഡി FX3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡെലിവറി ആവേണ്ടത് നാളെയാണ്. നമ്മളത് അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ആ പേയ്മെൻറ്റ് നാളെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഓൾറെഡി മറ്റേ പേയ്മെൻറ്റ് പോയി, നമുക്ക് ഡെലിവേർഡ് ആയി. പിന്നെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻസ് ആയിരുന്നു. നമ്മളെല്ലാത്തിലും മെയിൽ അയച്ചു, അവർക്ക് വിളിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറും കൊണ്ട് റെഡിറ്റിൽ നിന്ന് ഇവർ നമ്മുടെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ന്യൂൺ എന്നൊരു കോൾ വരുന്നുണ്ട്. ഒരു മലയാളി പയ്യനാട്ടോ വിളിച്ചത്. നമ്മളിത് വാങ്ങിയത് ന്യൂൺ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ന്യൂണിൻ്റെ ഒരു പ്രശ്നമല്ല എന്നാണ് ന്യൂൺ പറയുന്നത്. സൂപ്പർ മോളിൽ നിന്ന്, ന്യൂൺ എക്സ്പ്രസ് നിന്ന്, 15 minutes നിന്ന് ഒക്കെ വാങ്ങുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ പറ്റിക്കപ്പെടില്ല. പക്ഷേ ന്യൂൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും ഈ ഓഫർ സാധനങ്ങൾ. പക്ഷേ ന്യൂൺ നമ്മളോട് ഭയങ്കര നന്നായി സഹകരിച്ചു. അതായത് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി, എന്താണ് നോക്കി. ഒരു 10 minutes അവർ തിരിച്ച് വിളിച്ചു, നമ്മുടെ പേയ്മെൻറ്റ് ക്രെഡിറ്റായി. സോ നമ്മളതിൽ അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റെഡിറ്റിൽ, ഇൻസ്റ്റാഗ്രാമിൽ ന്യൂണിന് മെയിൽ അയക്കുക. പക്ഷേ ചിലർക്ക് അറിയില്ല. നമ്മൾ സാധാരണക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ന്യൂണിന് ചിലപ്പോൾ മെസ്സേജ് അയക്കുമായിരിക്കും. ഒരിക്കലും വീഡിയോ ഇടാനോ അല്ലെങ്കിൽ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്യാനോ. നമുക്ക് റിസൾട്ട് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടോ ഒന്നുമല്ല, റെഡിറ്റിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ്. റെഡിറ്റിൽ പോസ്റ്റ് ഇടാൻ പറ്റുന്ന എത്ര പേർക്ക് അറിയാം? ടു ബി ഹോണസ്റ്റ് എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ കൊളീഗാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു റെഡിറ്റിൽ ഇടാം, കാരണം ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് ഈ കമൻറ്റിന് താഴെ കുറേ പേര്, അയ്യോ ഞങ്ങൾ 2 FX3 ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് പറ്റിക്കപ്പെട്ടു, അങ്ങനെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ അതിൽ നിന്നാണ് ന്യൂണിനെ ടാഗ് ചെയ്ത് പോയിട്ട് അതിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ന്യൂൺ അപ്പം തന്നെ നമ്മൾ വിളിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യണം റെഡിറ്റിൽ എന്ന് പറഞ്ഞു. കാരണം ആ ഒരു റിസൾട്ട്
നമുക്ക് റെഡിറ്റിൽ നിന്ന് കിട്ടി. സോ അറിയാത്ത എത്രയോ മനുഷ്യന്മാരുണ്ടാവും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവർ. അവരെന്ത് വിചാരിക്കും, ഇനി ഒരു നിവൃത്തിയില്ല, നമുക്കത് യൂസ് ചെയ്തേ പറ്റുമെന്ന് വിചാരിക്കും. മീൻസ് ഈ ബാഗ്. ഇനി ബോണസായി കിട്ടിയത് എന്താ, അവർ പറഞ്ഞു ഈ ബാഗ് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ, റിട്ടേൺ ചെയ്യേണ്ടെന്ന്. സോ പക്ഷെ ഞങ്ങൾ അത്രയും നേരെ എടുത്ത ആ ഒരു സ്ട്രെസ്സും ടെൻഷനും അതൊക്കെ അതിനൊന്നും പകരമല്ല ഇത്. കാരണം നമ്മൾ കുറേ സ്ട്രെസ്സ് എടുത്തു. അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ക്യാമറ വരുന്നു ആ ഒരു പ്രതീക്ഷ എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതെ. കാരണം നമുക്ക് അത് പൈസ കിട്ടുമെന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. അപ്പോൾ പറയാനുള്ളത്, ന്യൂണിൻ്റെ സൂപ്പർ മോൾ, 50 മിനിറ്റ്സ്, ന്യൂൺ എക്സ്പ്രസ്, ഇതിന്നൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ. കാരണം ഈ ഒരു നോളജ് എനിക്ക് കിട്ടിയത് ഞാൻ പറ്റിക്കപ്പെട്ടപ്പോഴാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെ കമൻറ്റ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് ഇങ്ങനെ മാർക്കറ്റ്സ് നിന്ന് എടുക്കരുത് എന്നുള്ളത്. കാരണം ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ എൻ്റെ ഒരു ഫ്രണ്ട് കോൾ ചെയ്തു. അപ്പം തന്നെ അവനൊരു ക്യാമറമാനാണ്. അവൻ വിളിച്ചിട്ട് ഉടനെ പറഞ്ഞു അവൻ ഡ്രോൺ ഓർഡർ ചെയ്തു. ഇതുപോലെ ഓഫർ കണ്ടിട്ട് ഡ്രോൺ ഓർഡർ ചെയ്തിട്ട് അവന് വന്നത് കുട്ടികളുടെ സ്റ്റിക്കറാണെന്ന്. എന്ന് വെച്ചാൽ ഒരു ബേബി സ്റ്റിക്കറാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. അപ്പം തന്നെ അവൻ്റെ വൈഫ് ഓൾറെഡി അവനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്കും അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുക, നിങ്ങൾ എന്ത് ഓർഡർ ചെയ്തിട്ടും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഡൗട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ്സിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അപ്പം തന്നെ, അതായത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ എടുക്കാൻ ഉറപ്പായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു തെളിവില്ല, നമ്മൾ മാറ്റി വെച്ചതാന്നുള്ളൊരു രീതിയിലേക്ക് മാറും. സോ നിങ്ങൾ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യുക. നമ്മളെപ്പോലെ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോലെ പറ്റിക്കപ്പെട്ടാലും അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പം നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തി, ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടി, ഗസ്റ്റിൻ്റെ ഒരു ബാഗ് കിട്ടി. സോ ഇതൊരു സന്തോഷമുള്ള കാര്യമൊന്നുമല്ല, ഒറിജിനലൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സ്കാംസ് ഒരുപാടുണ്ട് ഇവിടെ. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലാണ് നമ്മൾ പറ്റിക്കപ്പെടുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരുപാട് സ്കാം ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരു 2 ഡേയ്സ് മുമ്പ് എനിക്ക് ടാബിയിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അതും വലിയൊരു കഥയാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് അനുഭവമാണ്. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഇത് മനസ്സിലായി. ഇനി നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോട്ടോഗ്രാഫർ, അവൻ എന്തെങ്കിലും ഒരു വീഡിയോ ലാസ്റ്റ് വീക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടായപ്പോൾ ഇട്ടിരുന്നെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു, ഓർഡർ ചെയ്യണോ, ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, സോ വേണ്ടാന്ന്. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പ്രതികരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണം. സോ നമുക്ക് അതിനെപ്പറ്റിയൊരു അവയർനെസ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്നുള്ളത്. നമ്മുടെ റെഡിറ്റിലെ പോസ്റ്റിൽ കൊണ്ട് ഒരുപാട് പേര് ക്യാൻസൽ ചെയ്തു അവരുടെ അവർ സക്സസ് ആയിട്ടുണ്ട്. അപ്പം നമുക്കത് പറ്റും. നമ്മുടെ ആ ഒരു പോസ്റ്റ് കൊണ്ട് അവരുടെ ഒന്നും പൈസ പോയിട്ടില്ല. സോ നിങ്ങൾ ന്യൂണിൽ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ സെല്ലറിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം, സെല്ലറുടെ നെയിം നോക്കണം. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തുകൂടായിരുന്നു എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് ഇതിങ്ങനെ ഒരു അബദ്ധം പറ്റിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഞങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും എടുത്ത് ചാടരുത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് മനസ്സിലായത്, സെല്ലറുടെ നെയിം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ സെല്ലർ ഏത് ടൈപ്പ് ഓഫ് സെല്ലറാണോ, ഒറിജിനലാണോ, അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂണിൽ നിന്ന് മാക്സിമം എക്സ്പ്രസ്, സൂപ്പർ മോൾ, 50 മിനിറ്റ്സിലൊക്കെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓഫർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള പ്രശ്നമാണിത്, പകുതി വിലക്ക് കിട്ടുകയാണെങ്കിൽ 2 എണ്ണം വാങ്ങാമല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഇത് ഞാൻ നിങ്ങളോടല്ല, എന്നോട് പറഞ്ഞ് എന്നെ പഠിപ്പിച്ച് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്ന കാര്യമാണ്. സോ നമുക്ക് പറ്റിയ ഈ അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒട്ടും പ്ലാൻഡ് അല്ലാതെ കേട്ടോ ഈ വ്ളോഗ് എടുക്കുന്നത്. ഈ വ്ളോഗ് ഇങ്ങനെ തോന്നി ഞങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളത്. ഞാൻ പറയാം, ടാബിയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ഇമോഷണലി കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. സോ നെക്സ്റ്റ് ഇതിൽ പറയാം. ഇത് പെട്ടെന്ന് പറഞ്ഞു തീർത്തത് ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അവർ വേഗം പോയി ക്യാൻസൽ ചെയ്യുക, വേഗം ഈ കാര്യങ്ങൾ ചെയ്യുക. റെഡിറ്റ് മറക്കണ്ട. എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് റെഡിറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് അതിനെ പറ്റി അറിയുന്നത്. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ പോലെ ഈ സെല്ലറുടെ ഡീറ്റെയിൽസ് എടുക്കുക. തേർഡ്, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓഫേഴ്സിനെ പറ്റിയിട്ട് ഇതാക്കരുത്, മീൻസ് ഓഫേഴ്സ് കണ്ട് വീഴരുത്. പിന്നെ ഫോർത്ത്, എന്തുണ്ടെങ്കിലും ഉടനെ തന്നെ ന്യൂണിനെ കണക്ട് ചെയ്യുക, മെയിൽ അയക്കുക, എല്ലാം ചെയ്യുക. നമ്മൾ നാളത്തേക്ക് ഒരിക്കലും വെക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ഓഫറിൽ വാങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പാക്ക് കിട്ടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാവില്ല ഈ വെയിറ്റ്. സോ സ്റ്റാർട്ടിങ് മുതലേ വീഡിയോ 100% നിങ്ങൾ എടുത്തു വെക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറ്റിക്കപ്പെടാതിരിക്കാം. പിന്നെ ഒരു ബോണസ് ടിപ്പ് കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ റെഡിറ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന സമയത്ത്
അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഇതെങ്ങനെയുണ്ട്, ഇത് ശരിയാണോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ നമുക്ക് അതിനെപ്പറ്റി റിപ്ലൈ തരും, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് പറയും. സോ നമുക്ക് അതും കൂടി കേട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഗായ്സ്, ഇതുപോലെയുള്ള പറ്റിക്കപ്പെട്ട ഇൻസിഡൻസുമായി ഞാൻ ഇനിയും വരാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ പറ്റിക്കപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഇനിയും ഞാൻ ഷെയർ ചെയ്യും. കാരണം നിങ്ങൾക്ക് അതിന്നൊരു മറുപടി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. സോ ഗേസ്, ഇതുപോലെയുള്ള നല്ല നല്ല ഉപദേശങ്ങളും നല്ല നല്ല ടിപ്സും കേൾക്കാൻ മോനിഷാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.